നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിലേക്ക് വരാൻ മഹാത്യാഗങ്ങൾ അനുഭവിച്ച കഥകൾ ഇന്ത്യൻ പത്രങ്ങളിലെല്ലാം കാണുന്നു. തിരിച്ചുപോയവർ പറയുന്ന ഓരോ കാര്യങ്ങൾ. അതിനിടയിൽ ആളുകളെ ഇവിടുന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുപോവില്ല, സൈനിക വിമാനത്തിൽ കൊണ്ടുപോവില്ല എന്നൊരു പുതിയ നയം കണ്ടു. പകരം ഇന്ത്യക്കാരെ കോസ്റ്റോറിക്കയിലേക്കാണ്, ഇവിടുന്ന് അടുത്ത് 2-3 മണിക്കൂറേ ഉള്ളൂ, കോസ്റ്റോറിക്കയിലേക്ക് 2-3 മണിക്കൂറില്ലാന്ന് തോന്നുന്നു, കോസ്റ്റോറിക്കയിലേക്കാണ് മാറ്റുക. അവിടെ പനാമയ്ക്കടുത്ത ഒരു സ്ഥലത്ത് അവിടെ വിമാനം ഇറങ്ങും. അതിനുശേഷം അവരെ ഒരു തടങ്കൽ പാളയത്തിൽ താമസിപ്പിക്കും. അതിനുശേഷം അവരെ ഇന്ത്യയിലേക്ക്, അതാത് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ എന്നോ മറ്റോ പറഞ്ഞൊരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ചിലവ് അമേരിക്ക തന്നെ വഹിക്കുമെന്നാണ് റിപ്പോർട്ട് കണ്ടത്. അപ്പോൾ ഇതൊന്നും കൃത്യമല്ല. എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും ഇനി എന്തൊക്കെ അവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. പക്ഷേ എന്തായാലും നേരിട്ട് ചങ്ങലക്കിട്ട് 40-50 മണിക്കൂർ 2-3 ദിവസം ഒരേ ഇരിപ്പിരുന്ന ആ വിമാനത്തിൽ പോകുന്നത് സത്യം പറഞ്ഞാൽ അത് നമുക്ക് ആലോചിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ആലോചനയ്ക്ക് അപ്പുറത്തുള്ള ഭീതിജനകമായ വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയയിലെല്ലാം അമേരിക്കയിലേക്ക് ഇങ്ങോട്ട് വന്നത് ഭയങ്കര കുറ്റമൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഒട്ടേറെ പേര് ഇവരെ അപഹസിക്കുന്നത് കണ്ടു. എന്ന് മാത്രമല്ല, ഇതിന് ഉദാഹരണമായിട്ട്, ഇതിന് ബദലായിട്ട് പറയുന്നതാണ്, സൗദി അറേബ്യയിൽ ഒരു മുറിക്കകത്ത് നിരവധി പേരെ താമസിപ്പിച്ചു. അവർക്ക് ഒരു കഷ്ണം ബ്രെഡോ എന്തൊക്കെയാണ് കൊടുത്തത്, വെള്ളം പോലും ശരിക്കും കിട്ടുന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. സൗദി അറേബ്യ അല്ലല്ലോ അമേരിക്ക ആ രീതിയിൽ പെരുമാറുമ്പം ചങ്ങലയിട്ടും മറ്റും കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ഒരു വിഷമത നമുക്കെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം ഇതൊരു ജനാധിപത്യ രാജ്യവും റൂൾ ഓഫ് ലോ, മനുഷ്യാവകാശത്തെ മാനിക്കുന്ന ഒരു രാജ്യവുമാണ്. അങ്ങനെയുള്ളൊരു രാജ്യം അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ചില ആളുകൾ ഇങ്ങനെ ചങ്ങലക്കിട്ട് കൊണ്ടുപോയ ചില ആളുകൾ തന്നെ പറയുന്നുണ്ട് അതിൽ തെറ്റില്ല എന്ന്. കാരണം അവർ പറയുന്നത് തിരിച്ചു കൊണ്ടുപോകുന്ന ആളുകളിൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള, വളരെ നിരാശ ബാധിച്ച ആളുകളുണ്ട്. അപ്പോൾ അവര് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം യാത്രാ വിമാനമാണെങ്കിൽ പൈലറ്റിന്റെ ക്യാബിനിലേക്കൊന്നും ഇടിച്ചു കയറാനൊന്നും പറ്റത്തില്ല. ഇതിപ്പോൾ സൈനിക വിമാനമാണ്, അതിന് യാത്രാ വിമാനത്തിന് സെക്യൂരിറ്റി ഒന്നുമില്ല ഇൻസൈഡിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് അത് ആവശ്യമാണ്. വല്ലവരും ഭ്രാന്തന്മാർ അതിൻ്റെ അകത്തൊരു റൈറ്റ് തന്നെ ഉണ്ടാക്കിയാൽ, ഒരു കലാപം തന്നെ ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാവരുടെയും സുരക്ഷ അപകടത്തിലാകും. അതുണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചങ്ങല കിട്ടുമെന്നാണ് പറയുന്നത്. ആയിരിക്കാം, ഒരുപക്ഷെ നമുക്കതിനെ ഖണ്ഡിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ ജീവിക്കാൻ വന്നവരാണ്. അപ്പോൾ അവരെ കലാപം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആഗ്രഹിച്ചൊന്നും വരില്ല. പിന്നെ നിരാശ കൊണ്ട് മനുഷ്യൻ എന്താണ് ചെയ്യുക എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇപ്പം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് അമേരിക്കയിൽ വരേണ്ടതുണ്ടോ, വരുന്നത് ശരിയാണോ? അപ്പോൾ നമ്മൾ ഒരു കാലത്ത് നമ്മൾ പത്തേമാരി കയറിയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്നാരെങ്കിലും പത്തേമാരി കയറി പോവുമോ? കാരണം ഇന്നത് സുരക്ഷിതമല്ലാന്നറിയാം. അവിടെ നമ്മൾ പത്തേമാരി കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചകത്താക്കുമെന്നും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയിലെയും കാലാവസ്ഥ മാറി. ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. ഇങ്ങനെയൊന്നും ഈ മഹാത്യാഗങ്ങളൊക്കെ സഹിച്ച് ഒരുപാട് വീട്ടിലെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി 40-50 ലക്ഷം രൂപ ഇടനിലക്കാർക്ക് കൊടുത്താണ് ഈ മഹാത്യാഗങ്ങൾ സഹിച്ചാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. ഈ പല രാജ്യങ്ങൾ കടന്ന് പല സ്ഥലങ്ങളിൽ തങ്ങി കൊടുങ്കാട്ടിലൂടെയും ഒക്കെ നടന്ന് പട്ടിണി കിടന്നും ആളുകൾ പരമാവധി ഉപദ്രവിച്ചും, ഈ കാർട്ടലുകളും ഈ സംഘങ്ങളും മനുഷ്യക്കടത്തുകാരും എല്ലാം പരമാവധി ഉപദ്രവിച്ചും ഒക്കെയാണ് ഇവിടെ എത്തുന്നത്. ജീവച്ഛവമായിട്ടാണ് ഇവിടെ എത്തുന്നത്. അമേരിക്കയിലെത്തുന്നത്. അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അതിർത്തിയിൽ അവിടെ പിടിച്ച് അവിടെയും തടങ്കലിലിടുന്നു. അപ്പോൾ ഇന്ന് ഒരു സിഖുകാരൻ പറഞ്ഞതാണ്, 21 വയസ്സുള്ള ഒരു സിഖുകാരൻ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് വന്നതാണ്. അയാളെ കൈയോടെ പിടിച്ചു എന്ന് മാത്രമല്ല 18 ദിവസം അമേരിക്കയുടെ തടങ്കൽ പാളയത്തിൽ കഴിയേണ്ടി വന്നു. അത് അവിടെ കടുത്ത തണുപ്പ്. ആ AC ഒന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞാൽ അവർ കുറച്ച് വെക്കത്തില്ല. അപ്പോൾ ചെറിയൊരു ബ്ലാങ്കറ്റാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ആ തണുപ്പിൽ വിറച്ചാണ് അത്രയും ദിവസം കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവരുടെ ഈ ആളുകളുടെ ടർബനും മറ്റും ഗാർബേജിലേക്ക് വലിച്ചെറിയുന്നു. ഭക്ഷണമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത്തിരി ഭക്ഷണം, അത് ഇവരൊക്കെ വെജിറ്റേറിയൻസ് ആണ്. ബീഫും മറ്റും കൊടുത്താൽ അതൊട്ട് കഴിക്കത്തുമില്ല. അങ്ങനെ ഉള്ള കഷ്ടപ്പാടുകളിലൂടെയാണ് അവർ വീണ്ടും കടന്നുപോയത്. ഇവിടെ വന്ന് ഈ യാത്രയിലുള്ള കഷ്ടപ്പാട് മാത്രമല്ല, അമേരിക്കയിൽ എത്തിയ ശേഷവും. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. നേരത്തെ വന്നു കഴിഞ്ഞാൽ അതിർത്തിയിൽ പിടികൂടി കഴിഞ്ഞാൽ, ഇപ്പം ട്രംപ് വരുന്നതിന് മുമ്പ് അതിർത്തിയിൽ പിടികൂടി കഴിഞ്ഞാൽ അവരെ അസൈലം വേണമെന്ന് പറയും. അപ്പോൾ അഭയം വേണമെന്ന് പറയുമ്പം ഓക്കെ, ഒരു തീയതി നിശ്ചയിച്ച് ഇന്ന ദിവസം നിങ്ങൾ കോടതിയിൽ വരാനെന്നും പറഞ്ഞ് അവരെ
പുറത്തിറക്കി വിടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ അടുത്തേക്ക് അവർക്ക് പോകാം. ഇങ്ങനെയാണ് ഈ കുടിയേറ്റം നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനാണ് ഒരു തടസ്സം വന്നിരിക്കുന്നത്. ഇനി അത് പറ്റില്ല എന്നുള്ള രീതിയിൽ അവസാന കാലത്ത് ബൈഡനും അതേ നയം തന്നെയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ട്രംപ് അത് ഫോളോ ചെയ്യുന്നു, അത് കർശനമായി നടപ്പാക്കുന്നു. ഇവിടെ ലീഗലായിട്ടുള്ളവർ വരെ പേടിക്കണം. പിന്നെ ഉദ്യോഗസ്ഥർ വന്ന് നമ്മുടെ ID ചോദിക്കുകയും നമ്മൾ ഇവിടെ ശരിക്കുള്ള പൗരന്മാരോ അല്ലെങ്കിൽ ലീഗലായിട്ട് ഇവിടെ കഴിയുന്നവരാണോ എന്നൊക്കെ ഉറപ്പ് വരുത്താനായിട്ടൊക്കെ ചോദിച്ചാൽ പിന്നെ ആ രേഖകളെല്ലാം കൊടുക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അതത്ര സുഖമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഈ വംശീയവാദികളും പിന്നെ മറ്റു മനുഷ്യരെ ഇഷ്ടമില്ലാത്തവരും, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവരെ ഈ കുടിയേറ്റക്കാരെയൊന്നും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ആയിരിക്കുമല്ലോ ഇവരിൽ പലരും. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു അത്ര സുഖകരമായ കാര്യം ആയിരിക്കില്ല. എന്തായാലും അങ്ങനെയൊന്നും നമുക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അപ്പോൾ ഇന്ന് പിന്നെ ഇതിനോടനുബന്ധിച്ച് 1-2 വാർത്തകളിലൂടെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. ഒന്ന്, യുക്രൈൻ യുദ്ധം നിർത്താൻ വേണ്ടി അമേരിക്കയും റഷ്യയും കൂടെ ചർച്ച നടത്തി സൗദി അറേബ്യയിൽ വെച്ച്. ചർച്ച വിജയമായിരുന്നെന്നും ചർച്ച പ്രാരംഭഘട്ടം മാത്രമായിരുന്നെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. അപ്പം യുക്രൈൻ പറഞ്ഞത് യുക്രൈനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. യുക്രൈൻ ഇല്ലാത്ത ഏത് നിലപാട്, ഏത് തീരുമാനം എടുത്താലും അത് ഞങ്ങൾ അംഗീകരിക്കില്ല. അവിടെ നടക്കുന്ന ചർച്ചകളിൽ പിന്നെ അവരെ പങ്കെടുപ്പിച്ചില്ല. അതുകൊണ്ട് അതിന് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നാണ് യുക്രൈൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്പും ഏകദേശം ആ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ ഈ ചർച്ചയിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ, എംബസി തരത്തിലുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി. അപ്പം റഷ്യയെ ഒരു പറയാ രാജ്യമായിട്ടാണ് പൊതുവിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കരുതിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ഒരു സുഹൃത്തായിട്ട് അമേരിക്ക സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അപ്പം അമേരിക്കയുടെ ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ബ്രിട്ടനും അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം പിണങ്ങുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളോട് അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ നോക്കിക്കോണം എന്ന രീതിയിലാണ് ട്രംപ് പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഒരു റിഫ്റ്റ്, ഒരു ഭിന്നത ആണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് ദീർഘകാലത്തിൽ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ ആ സൂപ്പർ പവർ പദവിയും പിന്നെ പ്രാധാന്യവും ഒക്കെ കുറയാനുള്ള സാധ്യതയാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പിന്നെ നിരീക്ഷകർ പലരും പറയുന്നത്. ഇനി അങ്ങനെയല്ല എന്ന് പറയുന്നവരും ഉണ്ട്. എനിവേ, നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് റഷ്യയുടെ താല്പര്യത്തിന് അനുസരണമായിട്ടാണത് അവസാനിപ്പിക്കുന്നതെങ്കിൽ അത് ഖേദകരമാണ്. ഇത്രയും മനുഷ്യരൊക്കെ മരിക്കുകയും ചെയ്ത് 3 വർഷമായി. യുക്രൈൻ ഒരുപാട് വില കൊടുത്തു, ഒരുപാട് മനുഷ്യജീവൻ ഹോമിച്ചു. അതിനുശേഷം അവരുടെ സ്ഥലങ്ങളിൽ നല്ലൊരു പങ്ക് റഷ്യയ്ക്ക് അങ്ങ് വിട്ടു കൊടുക്കുകയും ഈ യുക്രൈന് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയും വരിക എന്ന് പറഞ്ഞാൽ അതും കഷ്ടമാണ്. അവർ നാറ്റോയിൽ ചേരണമെന്ന് പറഞ്ഞാണ് അവർ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അത് പറ്റില്ല എന്ന് പറഞ്ഞ് റഷ്യ ഇവരെ ആക്രമിക്കുകയായിരുന്നു. കാരണം നാറ്റോ സഖ്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നാറ്റോയുടെ ആയുധങ്ങളും എല്ലാം റഷ്യയുടെ പടിവാതിക്കലെത്തും. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ആക്രമണം നടത്തിയത്. എന്തായാലും നാറ്റോയിൽ ചേർക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ട്രംപും പറഞ്ഞിരിക്കുന്നത്. അപ്പം വലിയ മാറ്റങ്ങളാണ് ഈ യൂറോപ്പ് അമേരിക്ക ബന്ധങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്തിന് ഇന്ത്യ ബന്ധങ്ങളിൽ പോലും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി 1-2 കാര്യം കൂടെ. ഒന്ന്, ഇവിടെ ന്യൂയോർക്ക് മേയർ എറിക് ആഡംസിനെ, അദ്ദേഹത്തിനെതിരായ കേസുകൾ അഴിമതി കേസുകളാണ്. അവയെല്ലാം ഇവിടെ പിന്നെ US അറ്റോർണിയുടെ ഓഫീസാണത് പിന്നെ ഫയൽ ചെയ്തത്. അപ്പോൾ ആ കേസുകളെല്ലാം പിൻവലിക്കാൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. അപ്പം ട്രംപ് അതെല്ലാം പിൻവലിക്കാനായിട്ട്, കാരണം ആഡംസ് അതിന് പകരമായിട്ട് ഇമിഗ്രേഷൻ റെയ്ഡിനൊക്കെ സമ്മതിക്കാമെന്ന് ഏകദേശം ഉറപ്പ് കൊടുത്ത് അതിനുള്ളൊരു പ്രതിഫലം എന്ന നിലയിലാണ് ഈ കേസുകളെല്ലാം പിൻവലിക്കുന്നതെന്നാണ് ആരോപണം. ട്രംപ് പിന്നെ എറിക് ആഡംസ് അത് നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസ് പിൻവലിക്കണമെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, മേലാവിൽ നിന്ന് ഉത്തരവ് വന്നപ്പോൾ ഇവിടെയുള്ള ഡിസ്ട്രിക്ട് അറ്റോർണിമാർ ആ കേസ് ഫയൽ ചെയ്ത് അവർ 6-7 പേര് രാജിവെച്ചു. അത് പറ്റത്തില്ല, അത് അവർ പലരും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരാണ്, എന്നിട്ടും അവർ രാജിവെച്ചു. ഞങ്ങൾക്കത് അനുസരിക്കാൻ പറ്റില്ല. ഈ കേസിൽ ശരിക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. പക്ഷേ ഇങ്ങനെ മുകളിൽ നിന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് അതിൽ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് അറ്റോർണി US അറ്റോർണി പറഞ്ഞത് വളരെ ഇതാണ്, ഇപ്പം ഞാൻ രാജിവെക്കുന്നു, പക്ഷേ ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി ഫയൽ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഭീരുവോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവരദോഷിയോ വരും എന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ ഒരാൾ വന്ന് ആ കേസ്
പിൻവലിക്കാൻ വേണ്ടി ഫയൽ ചെയ്തു. അത് പിന്നെ ആ കേസ് പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് നാളെ കോടതി തീരുമാനിക്കുകയുമാണ്. അതിനുശേഷമാണ് അതിനിടയിൽ എറിക് ആഡംസിനെ പുറത്താക്കണമെന്നും പറഞ്ഞ് മുറവിളി ഉയർന്നിട്ടുണ്ട്. ഗവർണർക്ക് പുറത്താക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ പുറത്താക്കണോ വേണ്ടോ എന്നുള്ളതിനെപ്പറ്റി ആലോചന നടക്കുന്നു. അതുപോലെ തന്നെ ഇംപീച്ച് ചെയ്യണമെന്നും പറഞ്ഞ്, കാരണം ഈ സിറ്റി കൗൺസിലിലെ 2/3 അംഗങ്ങൾ വിചാരിച്ചാൽ പുറത്താക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ പിന്നെ സിറ്റിയെ അല്ല അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്, മറിച്ച് ട്രംപിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ട് പിന്നെ ജനരോഷം വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് ആഡംസ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, നമ്മുടെ സ്റ്റുഡൻറ് ലോൺ ഇവിടുത്തെ പിന്നെ അമേരിക്കയെ നിലനിർത്തുന്നത് യുവാക്കളും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം നാട്ടിലെ വിദ്യാഭ്യാസം കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്ന് പിന്നെ ഒരു വിധത്തിലൊക്കെ പച്ചപിടിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസം, അവിടെ ചുരുങ്ങിയ ചെലവിൽ വിദ്യാഭ്യാസം നടത്താൻ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ ചാർജാണ്. അപ്പോൾ അതിൽ പലരും ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും ആ പിന്നെ സ്റ്റുഡൻറ് ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബൈഡൻ്റെ കാലത്താണ് 475 ബില്യൻ്റെ പിന്നെ സ്റ്റുഡൻറ് ലോൺ എഴുതിത്തള്ളി. പക്ഷെ അതിനെതിരെ റിപ്പബ്ലിക്കൻ അറ്റോർണി ജനറൽമാർ കോടതിയിൽ പോയി. ഇപ്പോൾ കോടതി അപ്പീൽ കോടതിയും ആ കോടതി ബൈഡൻ്റെ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. അതിപ്പോൾ അപ്പീൽ കോടതി അത് ശരിവെക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആ സ്റ്റുഡൻറ് ലോൺ ഫോർഗീവ്നെസ് കുറച്ച് പേർക്കെങ്കിലും കിട്ടാമായിരുന്നത് അത് ഇല്ലാതായി. അപ്പോൾ ഇങ്ങനെ അമേരിക്കയിലെ സാധാരണ ജനങ്ങൾക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയാൽ എങ്ങനെയായി തീരും ഈ രാജ്യം എന്നാണ് കണ്ടറിയേണ്ടത്. അതിൻ്റെ കൂടെയാണ് ഒരുപാട് പേർക്ക് ജോലി പോയി, ഒരുപാട് പേരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാവുന്ന സ്ഥിതി വരുന്നു. ഇതൊക്കെ കൊണ്ടൊരു രാജ്യം മഹത്തരമാകുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ രാജ്യം മഹത്തരമാകുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്.